ഓണാഘോഷത്തിന് ചുക്കാൻ പിടിച്ച പ്രധാനിയായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി ചേരുന്നുണ്ട്. വർണ്ണാഭമായൊരു ഘോഷയാത്ര, ജനങ്ങൾ അത്രത്തോളം നെഞ്ചിലേറ്റൊരു ഓണാഘോഷത്തിനാണ് ഇന്നിപ്പോ ഈ ഒരു വർണ്ണാഭമായ പ്രൗഢഗംഭീരമായ ഘോഷയാത്രയിലൂടെ സമാപനമാകുന്നത്. അതെ, ഇതുവരെയുള്ള ഓണാഘോഷത്തിന് ഒരു പ്രതിഫലനം തന്നെയാണ് ഈ ഘോഷയാത്രയിലും കാണാനുള്ളത്. വലിയ നിലയിലേക്കുള്ള പങ്കാളിത്തം, ഉദ്ദേശിച്ചതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ ഇതിന്റെ സംഘാടനം ചലിച്ചു. സർക്കാരാണെങ്കിൽ ലോകത്തെവിടെയുമുള്ള മലയാളി ആഘോഷിക്കുന്ന മലയാളിയുടെ ദേശീയ ഉത്സവത്തെ നല്ല നിലയിൽ ആഘോഷിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി. ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിച്ചു. പരിപാടികൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പരിപാടികൾ എടുത്തു പറയേണ്ടതാണ്. ലോകം അറിയപ്പെടുന്ന കലാകാരന്മാർ ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വന്നു. ജനങ്ങൾ ശരിക്കും ഓണം പൊടി പൊടിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതെ, ഇത്തവണത്തെ ഓണത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലലില്ലാത്തൊരു ഓണം എന്നുള്ളൊരു വലിയ പ്രത്യേകത. അതെ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ സാഹചര്യം ഒരുക്കി സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാ നിലയിലും അതിന് അർത്ഥമുണ്ട്. ആ സാഹചര്യം ഒരുക്കി എന്നാണ്. പിന്നെ ഈ ഓണത്തിന്റെ നിങ്ങൾ ഇത്രയും ജനങ്ങൾ പങ്കെടുത്ത ഓണാഘോഷത്തിന് ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ പോലീസ് എല്ലാ നിലയിലും ഇതിന് നേതൃത്വം കൊടുത്തു. സർക്കാരിന്റെ ഓരോ വകുപ്പുകളും ഇതിൽ ഇടപെട്ടു. എല്ലാ ജനപ്രതിനിധികളും ഇതിൽ മികവുറ്റ നിലയിൽ ഇടപെട്ടു പോയി. അതോടൊപ്പം ഈ ഒരു ഘോഷയാത്രയുടെ ഹൈലൈറ്റ് എന്തൊക്കെയാണ്? ഈ ഘോഷയാത്ര നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വിവിധ പ്ലോട്ടുകൾ, ആ പ്ലോട്ടുകളിൽ സർക്കാരിന്റെ വികസനം എടുത്തു പറയുന്നുണ്ട്, എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ ആർമിയുടെ ബാൻഡ് ഉണ്ട്. അതുപോലെ വിവിധ വകുപ്പുകൾ, ആ വകുപ്പുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാക്കുന്നുണ്ട്. കേരളത്തിന്റെ മതസഹോദര്യത്തിന്റെ പ്രതീകമായ സന്ദേശങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായിട്ടുണ്ട്. കേരളത്തിന്റെ ആതിഥേയ മര്യാദ, കേരളത്തിലെ മികവുറ്റ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഈ ഘോഷയാത്രയുടെ ഭാഗമാണ്. വിദേശത്ത് നിന്നുൾപ്പെടെ നിരവധി അതിഥികൾ ഇത്തവണ എത്തിയിട്ടുണ്ടല്ലോ. ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, നമ്മൾ കുറെ കാലമായി നടപ്പിലാക്കണമെന്ന് കരുതി നടപ്പിലാവാതെ പോയ വിദേശ സഞ്ചാരികളുടെ പ്രാതിനിധ്യമാണ്. ഒരു വർഷം മുമ്പ് തന്നെ അതിനുവേണ്ട പ്രവർത്തനം നടത്തി 10 രാജ്യങ്ങളിൽ നിന്നും ഓണാഘോഷം കാണാൻ വേണ്ടി മാത്രം വിദേശ സഞ്ചാരികൾ വന്നു. ഇന്ന് ഉച്ചയ്ക്ക് അവർക്കൊക്കെ ഒരു ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവരുടെ നാട്ടിൽ പോയി ഓണത്തിന്റെ സന്ദേശം, ഓണത്തിന്റെ മുദ്രാവാക്യമൊക്കെ അറിയിക്കാനും കൂടുതൽ വിദേശ സഞ്ചാരികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള വലിയ ഒരു സാധ്യതയായി ഈ ഓണാഘോഷത്തിന് വിദേശ സഞ്ചാരികളുടെ പങ്കാളിത്തം കാരണമായി.